രാജ്യത്തിന്റെ ശ്രദ്ധയാകർഷിച്ച ത്രിപുരയിൽ കാൽനൂറ്റാണ്ടായി തുടർന്നുവന്ന ഇടതുഭരണത്തിന് അടിയറവ് പറയിച്ച ആഹ്ലാദത്തിലാണ് ബിജെപി. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേത് ചരിത്ര വിജയമെന്ന് ബിജെപി നേതാക്കൾ വിശേഷിപ്പിച്ചപ്പോൾ പരാജയത്തെക്കുറിച്ച് ഒന്നും പ്രതികരിക്കാൻ മണിക് സർക്കാരും സീതാറാം യെച്ചൂരിയും തയ്യാറായില്ല. ത്രിപുരയിൽ ഓരോ സീറ്റിലെയും ലീഡ് നിറങ്ങൾ വാരി വിതറിയാണ് ബിജെപി ആഘോഷിച്ചത്. ത്രിപുരയിലേത് ചരിത്ര വിജയമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വീകാര്യതയാണ് തെളിഞ്ഞതെന്നും ദേശീയ ജനറൽ സെക്രട്ടറി राम माधव പറഞ്ഞു. त्रिपुरा के असेंबली के चुनाव में अभी तक जो नतीजों का रुझान है वह इस राज्य में बीजेपी को सरकार बनाने की दिशा में ले जाने वाले रुझान है. उससे हम संतुष्ट हैं. अंतिम नतीजा के लिए स्वाभाविक ही हम सब प्रतीक्षा करेंगे, पर हमें पूरा विश्वास है कि 40 से अधिक सीट लेकर इस राज्य में एक परिवर्तनकारी और स्थायी सरकार निर्माण करने में आज शाम होते होते बीजेपी कामयाब होगी. माता त्रिपुर सुंदरी का जो आशीर्वाद मिला है और त्रिपुरा की जनता का जो आशीर्वाद मिला है. ധൻപൂർ മണ്ഡലത്തിൽ വിജയം നേടിയ മാണിക് സർക്കാർ കാൽനൂറ്റാണ്ടായുള്ള ഇടതുഭരണം നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് പ്രതികരിക്കാതെ നടന്നു നീങ്ങി. തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തെക്കുറിച്ച് സീതാറാം യെച്ചൂരിയും പ്രതികരിച്ചില്ല. ബിജെപിയുടേത് അസാധാരണ വിജയമെന്ന് പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ വിശേഷിപ്പിച്ചു. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്ന് എന്നായിരുന്നു UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ പ്രതികരണം. नागालैंड और मेघालय में भारतीय जनता पार्टी को जो ऐतिहासिक सफलता प्राप्त हो रही है, प्रधानमंत्री श्री नरेंद्र मोदी जी के नेतृत्व में भारत सरकार की उपलब्धियों और भारतीय जनता पार्टी के राष्ट्रीय अध्यक्ष श्री अमित शाह जी के कुशल रणनीति में चुनाव प्रबंधन की यह विजय है. മേഘാലയയിൽ ബിജെപിയും UDPയും NPPയും ചേർന്ന് സർക്കാർ രൂപീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു. बड़ी तादाद में हम उभर के आए हैं, ये बहुत बड़ी बात है. और नागालैंड का चुनाव विशेष परिस्थिति में चुनाव हो रहे हैं. वहां बातचीत चल रहे हैं. वहां के जो अलगाववाद के जो लोग नेतृत्व कर रहे हैं उनके साथ भारत सरकार का बातचीत चल रहे हैं. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അപ്രസക്തമെന്ന് തെളിഞ്ഞെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ പ്രതികരിച്ചു. യാതൊരുവിധ നിലയും വിലയും അവർക്ക് ഇല്ലാതായിരിക്കുന്നു. ജനങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട, യാതൊരു പ്രസക്തിയുമില്ലാത്ത, പ്രാമുഖ്യമില്ലാത്ത ഒരു കാലഹരണപ്പെട്ടുപോയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായി ഇടതുപക്ഷവും കോൺഗ്രസും മാറിയിരിക്കുന്നുവെന്നാണ് ത്രിപുര, മേഘാലയ തുടങ്ങി നാഗാലാൻഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നു. BJPയെ നേരിടാൻ മതേതര കക്ഷികളുമായി സഖ്യം വേണമെന്നും യെച്ചൂരിയുടെ നിലപാടാണ് ശരിയെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ത്രിപുരയും നാഗാലാൻഡിലും ഒക്കെ തെരഞ്ഞെടുപ്പുകൾ സൂചിപ്പിക്കുന്നത് മതേതര ജനാധിപത്യ ശക്തികളുടെ ഏകീകരണം ഇന്ത്യയിൽ അനിവാര്യമായിരിക്കുന്നു എന്നുള്ളതാണ്. ത്രിപുരയിൽ CPMന്റെ അക്രമ രാഷ്ട്രീയം BJP മുതലെടുത്തെന്ന് K മുരളീധരനും പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.